ബർത്ത്ഡേ പ്രമാണിച്ച് കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ ഈ വർഷവും ചെറിയൊരു കേക്ക് കട്ടിങ്ങും അവൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ച് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് അത് നമ്മുടെ 17 ഒന്നും കൂടെ ആയിരുന്നു. അവൻ്റെ അടുത്ത കുറച്ച് ഫ്രണ്ട്സ് ഒരു 10-15 പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ വന്ന് നല്ല ഗംഭീരമായിട്ട് കേക്ക് മുറിയും പരിപാടിയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുക്കളയിൽ സമൂസ, പിന്നെ ലോഡഡ് ഫ്രൈസ്, സാൻഡ്വിച്ച് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നോമ്പൊക്കെ തുറന്നു കേട്ടോ. കുടിക്കാൻ ജ്യൂസും പിസ്താട ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് നോമ്പൊക്കെ തുറന്നു. നല്ല രസമാണ്, പിള്ളേരെല്ലാം കൂടെ കൂടുമ്പോൾ നല്ല രസമാണല്ലോ. ഞാൻ പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോയി റെഡി ആയത്. അപ്പോഴത്തേന് അയിമ കിടന്ന് ഭയങ്കര കരച്ചില്ല, അവളുടെ കൂട്ടുകാരും വന്നില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ റെഡിയായി പോകുന്നത് നമുക്ക് കഴിക്കാൻ വേണ്ടി മന്തി വാങ്ങാൻ പോയതാണ് കേട്ടോ. മന്തി ഓൾറെഡി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയതാണ്. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ വാങ്ങിച്ചു. ഇനി അടുത്ത് നമുക്ക് കേക്ക് വാങ്ങണം. കേക്ക് നമ്മൾ ക്യൂട്ടി പൈയിലായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത്. അങ്ങനെ അതും കൂടെ വാങ്ങാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. കേക്ക് നമ്മൾ നേരത്തെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൻ തന്നെയാണ് അവന് ഇഷ്ടപ്പെട്ട ഇത് ഫ്ലേവറും അതുപോലെ തന്നെ ഏത് രീതിയിലാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞത്. അപ്പോൾ ഒരു BMW ലോഗോ വേണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ അവരത് നല്ല നീറ്റായിട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും പെട്ടെന്ന് തന്നെ അവർ കേക്കൊക്കെ റെഡിയാക്കി തന്നു. ഇങ്ങനെയാണ് കിട്ടിയത്. ആദ്യം തന്നെ കേക്കൊക്കെ എടുത്തങ്ങ് പുറത്ത് വെച്ചു, കാരണം അത് മെൽറ്റായി പോകുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നത്തെ ഈ ബർത്ത്ഡേ ആഘോഷത്തിൽ ഞങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് റോളില്ല കേട്ടോ. പിള്ളേർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നടത്തുന്നത് കൊണ്ട് അവർ തന്നെ നിന്ന് എല്ലാവരും കൂടെ കൂടി ചേർന്ന് അങ്ങ് കേക്ക് മുറിച്ചു. പിന്നെ അതിനുശേഷം അയാനെ കേക്കിനകത്ത് കുളിപ്പിച്ചെടുത്തു. ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കിയിരിക്കുക, കാരണം ഇവർക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നും ആയിട്ടില്ല. പിന്നെ മന്തിയൊക്കെ നല്ല വയറ് നിറച്ച് എല്ലാവരും കഴിച്ചു. എല്ലാവരും പോയി കഴിഞ്ഞ് ഞാനും ക്ഷീണിതയായി മാറി കിടക്കാൻ പോകണം കേട്ടോ. ഓക്കെ, ബൈ.